അവിടുത്തെ ഇൻഡസ്ട്രിയിലൊരു എക്സ്പോഷർ ആയി കഴിഞ്ഞപ്പോൾ അടുത്തൊരു പുതിയ ഹോസ്പിറ്റലിലോട്ട് മാറാൻ പറ്റി. കോഡിങ്ങിൻ്റെ ഒരു ഇൻഡസ്ട്രിയിലോട്ടൊരു എൻട്രി സിഗ്മയെന്നാണ് ഉണ്ടാവുന്നത്. പിന്നെ ഫസ്റ്റ് ചാൻസ് തന്നെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റി. എല്ലാം നമുക്ക് പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളതെന്ന് സിജി മാം നന്നായിട്ട് പഠിപ്പിച്ചൊക്കെ തന്നായിരുന്നു. ഇത് ഡോക്ടർ സദീന 2020 നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പം ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ മെഡിക്കൽ കോഡറായിട്ട് വർക്ക് ചെയ്യുന്നു. ഹായ് സദീന. ഹായ് മാം. അവിടെ ശരിക്കും കോവിഡ് ടൈമിൽ കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇൻ്റർവ്യൂ കിട്ടി. ആ ടൈമിൽ ഭയങ്കര ഒരു ക്രൈസിസ് ടൈം അല്ലായിരുന്നു. അപ്പം പെട്ടെന്നൊരു ജോബ് കിട്ടുമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ആദ്യം ആസ്ട്രയിൽ തന്നെയാണ് കിട്ടിയത്. ഫസ്റ്റ് ഒരു 1 മന്തിൽ തന്നെ ഇൻ്റർവ്യൂ കിട്ടി. അപ്പോൾ എക്സാം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ബേസ് ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു, ഗൈഡ് ലൈൻസ് ഒക്കെ പറ്റി. നാട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവരുടെ കൂടെയാണ് ഫ്രഷറായിട്ടുള്ള ഞങ്ങൾ 1-2 പേര് കെയർ ചെയ്തത്. എനിക്കൊന്ന് സിഗ്മയിൽ തന്നെ കഴിഞ്ഞ ബാക്കി കോഴ്സ് കഴിഞ്ഞ ഒരാളും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ആസ്ട്രയിൽ ആദ്യം കയറുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. 2 കോഴ്സ് ചെയ്തു. പിന്നീട് CPM ഇവിടെ സിഗ്മയിൽ തന്നെ ചെയ്തു. എവിടെ ഇൻ്റർവ്യൂവിന് പോയാലും ഗൈഡ് ലൈൻസ് ശരിക്കും ജസ്റ്റ് ഒരു ബ്രഷിംഗ് അപ്പിൻ്റെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ നിന്നൊരു അതുപോലെ ബേസ് നമുക്ക് കിട്ടിയായിരുന്നു. ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു സിഗ്മയുടെ? സിഗ്മയിൽ എനിക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും കരിയർ പോയിന്റ് ഓഫ് വ്യൂവിലും നമുക്ക് നന്നായിട്ട് ഒരു എക്സ്പോഷർ നമുക്ക് കിട്ടി. നമുക്ക് എന്താണ് ശരിക്കും വർക്കിൽ എന്താണ് ചെയ്യേണ്ടത്, എക്സാമിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റ്, എസ്പെഷ്യലി എക്സാമിന് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ ഡിസ്കഷൻസ്, നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ ശരിക്കും എക്സാം ക്രാക്ക് ചെയ്യാൻ നല്ലതായിരുന്നു. ടൈം മാനേജ്മെൻ്റ് ഒക്കെ കൃത്യം നമുക്ക് ഇൻ്റർവ്യൂസിന് പോകുമ്പോഴും അതുപോലെ അവിടെ ചെല്ലുമ്പം ബാക്കി നമ്മളിപ്പം എല്ലാ സ്റ്റുഡൻസും മിക്സ് ആയിട്ട് ഒരുപാട് കോഡേഴ്സ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പം സിഗ്മയെ പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, കോഡിങ് ഗൈഡ് ലൈൻസ് കുറച്ച് നന്നായി നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് അത് ബൈഹാർട്ട് ചെയ്യാതെ അതെന്താ ശരിക്കും കൺസെപ്റ്റ് എന്ന് ശരിക്കും നമുക്ക് ഇവിടുത്തെ ക്ലാസ്സിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് നന്നായി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ഗൈഡ് ലൈൻ അതുപോലെ തന്നെ നമുക്ക് ഹെൽപ്ഫുള്ളായിരുന്നു. 2020 ഞാൻ ചെയ്തത് ഇവിടെ നിന്ന് കോഡിങ്ങിൻ്റെ ക്ലാസ്. അത് കഴിഞ്ഞ് 2021 CPMA ചെയ്തു. കരിയറിൽ ഇത്രയും ഒരു അഡ്വാൻസ്മെൻറ്റ് ഉണ്ടായതെല്ലാം സിഗ്മയിൽ നിന്നുള്ള ഒരു ബേസ് കിട്ടിയോണ്ടാണ്. സിഗ്മയിൽ നിന്ന് 2 കോഴ്സ് ചെയ്തു. 2 കോഴ്സും വളരെ വർക്ക്ഫുള്ളായിരുന്നു എൻ്റെ കരിയറിൽ. സോ എല്ലാ സ്റ്റുഡൻസിനും ഞാൻ എൻ്റെ ബെസ്റ്റ് വിഷസ് പറയുന്നു. സിഗ്മ ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ കോഡിങ്. ഓൾവേസ് ബി കോൺഫിഡൻറ്റ് വിത്ത് സിഗ്മ. ഇനിയും എപ്പോഴായാലും ഈവൻ ഫ്യൂച്ചർ കരിയറിലും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. എന്ത് കാര്യങ്ങൾക്ക് വിളിച്ചാലും എപ്പോഴും സിഗ്മ കൂടെ ഉണ്ടാവും. താങ്ക് യു.